എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി ഞാനൊരു ഡിഫറെൻറ്റ് ചിക്കൻ കറിയാണ് ചെയ്ത് കാണിക്കുന്നത്, വറുത്ത ചിക്കൻ കറി. ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസ് ഓൾറെഡി ഉണ്ട്. സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ എൻ്റെ ചാനൽ റീച്ച് കിട്ടാൻ നിങ്ങളോട് സഹായിക്കണം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ വറുത്ത ചിക്കൻ കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്ന് മഴയൊക്കെ കഴിഞ്ഞ് നല്ല ക്ലിയറായിട്ട് നിൽക്കുന്ന അന്തരീക്ഷമാണ്. ഞാൻ നാട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ നാട്ടിലത്തെ ഈ മനോഹരമായിട്ടുള്ള ദൃശ്യം കൂടെ ഒന്ന് പെട്ടെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചിക്കൻ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയത്തിനേക്കാൾ ഒരു അല്പം കൂടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാലയോ ഇനി അഥവാ മീറ്റ് മസാല ആയാലും കുഴപ്പമില്ല, അത് ഇതിനകത്തേക്ക് ഇടാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. മുളക് പൊടി, അല്പം മഞ്ഞൾ, ഉപ്പിട്ടു, ഒരല്പം തൈരൂട് ഒഴിച്ചതിന് ശേഷം വേണം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് പുരട്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ അഥവാ മീറ്റ് മസാല ഇട്ടാൽ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കും അതിൻ്റെ ഫ്ലേവർ. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ശരിയാക്കി വഴറ്റിയെടുക്കുന്നിടം വരെ മാത്രം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിവിടെ ഒന്ന് അടഞ്ഞ് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. പാത്രം ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ അല്പം പെരിഞ്ജീരകം, അതിൻ്റെ കൂടെ തന്നെ കറുവാപ്പട്ടയും ഏലക്കായും. നമ്മൾ മീറ്റ് മസാല ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഗരം മസാലയും അതുപോലെ ഇങ്ങനത്തെ സ്പൈസസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പൊട്ടുന്ന ഉടനെ നമുക്ക് സവാള ഇടാം. നമുക്കതിലേക്ക് 2-3 പച്ചമുളക് കൂടി ഇടണം. അപ്പോൾ ഉള്ളി മധുരിക്കാതിരിക്കും. ഉള്ളി പകുതി വഴലുന്ന ഉടനെ നമുക്ക് നമ്മൾ നന്നായിട്ട് ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടണം. അതിനോടൊപ്പം ഉപ്പും കൂടി ഇടാം. അപ്പോൾ ഇനി ബാക്കി ഭാഗം വഴലുമ്പോഴത്തേന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ ഉപ്പും എല്ലാം കൂടെ ഫ്ലേവർ പിടിച്ച് ഉള്ളി കറക്റ്റായിട്ട് നല്ല ഫ്ലേവർഫുള്ളായിട്ട് വരും. ആ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പാൻ വയ്ക്കാം. പാൻ ചൂടാകുന്ന വെളിച്ചെണ്ണ വയ്ക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഒന്നിട്ട് വറുത്തെടുക്കാം. ഇച്ചിരി ഒരു തീ കൂട്ടി വെച്ചാലും കുഴപ്പമില്ല, കരിഞ്ഞു പോകാതിരുന്നാൽ മതി. ഒരു സൈഡ് ഇതാകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡോടെ ഒന്ന് വേവിച്ചെടുക്കണം. ഉള്ളി നല്ലപോലെ വഴന്നു. ഇനി അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, ഇനിയും ഇതൊന്നും നല്ലതുപോലെ വഴറ്റണം. ഇതിനകത്ത് നല്ല കളറൊക്കെ വരും. വെള്ളം ഇപ്പോൾ ഒഴിക്കണ്ട. അതുപോലെ ഉള്ളി ഉള്ളത് കൊണ്ട് നമ്മുടെ പൊടി കരിഞ്ഞു പോകത്തില്ല. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ആ പൊടിമണം ഒന്ന് മാറിയാൽ മതി. ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇടാം, അതുപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് അത് ചെറിയ തീയിലൊന്ന് അടച്ച് വയ്ക്കാം. തക്കാളി ഒന്ന് വെന്തിട്ടുണ്ട്. ആ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ആ പാത്രത്തിൽ നിന്ന് ഒന്ന് റിൻസ് ചെയ്ത് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മസാലയൊന്നും പോകാതിരിക്കാനാണ് ചിക്കൻ്റെ ആ മസാലയുടെ ടേസ്റ്റൊക്കെ. ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ചാറ് ഇച്ചിരൂടെ വേണമെങ്കിൽ ചാറ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേങ്കിൽ തിളപ്പിച്ചാറിച്ച് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു. ഇത് നന്നായിട്ട് തിളച്ച് പറ്റണം, എങ്കിലേ ചാറ് നന്നായിട്ട് ചിക്കനോട് ചേരത്തുള്ളൂ, അതുപോലെ തന്നെ ടേസ്റ്റിയുമാകത്തുള്ളൂ. പിന്നെ നമുക്ക് കടുക് വറുത്തിടാം. അപ്പോൾ അത് നന്നായിട്ട് തിളക്കട്ടെ. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് പറ്റി വരണം ചാറ്, എണ്ണ തെളിഞ്ഞും വരണം. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് കടുക് വറുക്കാനുള്ള പരിപാടി ചെയ്യാം. അപ്പോഴത്തേനും വറുത്ത ചിക്കൻ കറി റെഡിയാവും. ഞാൻ തീ കുറച്ചൊന്ന് അടച്ച് വയ്ക്കുക. കുറച്ച് ആവി പൊയ്ക്കോട്ടെ, ചേർത്തടയ്ക്കണ്ട. കടുക് വറുക്കാനായിട്ട് നമുക്ക് കടായി വയ്ക്കാം. അതിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുന്നതന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടായിരുന്നു കൊച്ചുള്ളി ഇടാം. ഉള്ളി ഇങ്ങനെ മൂക്കണം. ഉള്ളി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയാൽ മതി. അപ്പോഴത്തേന് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യാം. കറിവേപ്പില ഇടാം, ഒരല്പം കായം. ഇതിനെ നമുക്ക് കറിക്കകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വറുത്ത ചിക്കൻ കറി റെഡിയായി. ഇതിങ്ങനെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് അത് കറി ഇരിപ്പുണ്ട്. കടുക് വറുത്ത ഇടാം. ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതിന് ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. സ്വയംഭൻ ചിക്കൻ കറിയാണ്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.